അയൽവാസിയും നാട്ടുകാരും സഹപാഠികളുമടക്കം 59 പ്രതികൾ. 5 പോലീസ് സ്റ്റേഷനുകളിലായി അന്വേഷണം. നാടിനെയാകെ ഞെട്ടിച്ച പീഡന പരമ്പരയിൽ വിചാരണയിലേക്ക് കാര്യങ്ങൾ അടുക്കുകയാണ്. കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ലൈംഗിക പീഡനം, പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ കൂടാതെ 5 കേസുകളിൽ പ്രതികൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമവും ചുമത്തിയിട്ടുണ്ട്. സൗഹൃദം നടിച്ച സമീപവാസിയായ യുവാവാണ് പെൺകുട്ടിയെ ആദ്യം ദുരുപയോഗം ചെയ്തത്. ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു. പീഡനദൃശ്യങ്ങൾ കണ്ടവരിൽ പലരും കുട്ടിയുമായി സമൂഹ മാധ്യമങ്ങൾ വഴി സൗഹൃദം സ്ഥാപിക്കുകയും ദുരുപയോഗം ചെയ്യുകയുമാണ് ഉണ്ടായതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. പെൺകുട്ടിക്ക് അത് പഠിക്കുന്ന ITS സ്ഥാപനത്തിൽ കൊടുത്ത കൗൺസിലിംഗ്, കുട്ടികൾക്കായിട്ട് കൊടുത്ത പൊതു കൗൺസിലിങ്ങിലും അല്ലെങ്കിൽ ഒരു അവയർനെസ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി തുറന്നു പറയാനുള്ള മനസ്സ് പറയുന്നതും CWCയിലേക്ക് വരുന്നതും. അത്തരത്തിൽ അതിൻ്റെ ചുരുക്ക വിവരങ്ങൾ, അതിനൊരു പറയുന്നതിലൊരു സംഗതി ഉണ്ടെന്ന് തോന്നിയിട്ട് അതിനെ കൗൺസിലിങ്ങിന് വിടുന്നു. ആ കൗൺസിലിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ഇത്രയും എണ്ണം വർദ്ധിച്ച ഒരു ലൈംഗിക ചൂഷണത്തിൻ്റെ വിവരം പുറത്ത് വരുന്നതൊക്കെ ആയിട്ട്. ചെറിയ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം ഇത് തുറന്നു പറയണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ആ കുട്ടി എത്തിയ സമയത്ത് വെച്ചിട്ട് ഈ വിവരങ്ങളുണ്ടായ സംഭവങ്ങളെല്ലാം ആദ്യാവസാനം പറയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണവും കേസ് രജിസ്റ്റർ ചെയ്യുന്നതും ഇപ്പോൾ അത് കുറ്റപത്രം കൊടുക്കുന്ന തരത്തിലേക്കൊക്കെ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇലവന്തിട്ട സ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത്, 17. 12 കേസുകൾ പത്തനംതിട്ടയിലും മലയാലപ്പുഴ, പന്തളം, കല്ലമ്പലം പോലീസ് സ്റ്റേഷനുകളിലായി ഓരോ കേസുകളും രജിസ്റ്റർ ചെയ്തിരുന്നു. പത്തനംതിട്ടയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിലാണ് 2 പ്രതികൾ പിടിക്കപ്പെടാനുള്ളത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ശുചിമുറിയിൽ പോലും പെൺകുട്ടി ലൈംഗികമായി പീഡനത്തിനിരയായി. സന്ധ്യയ്ക്ക് വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയ ശേഷം പലർ ചേർന്ന് പെൺകുട്ടിയെ ഇവിടെ എത്തിച്ച് ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. വീടിന് സമീപമുള്ള തോട്ടം, റാന്നി മന്ദിരമ്പടിയിലെ റബ്ബർ തോട്ടം, പ്രക്കാനം തൊട്ടുപുറത്ത് അടച്ചിട്ടിരുന്ന കടമുറയ്ക്ക് പുറത്ത് കാറിൽ, അങ്ങനെ രാത്രിയിലും പകലും പെൺകുട്ടി ചൂഷണം നേരിട്ടുവെന്നാണ് കുറ്റപത്രത്തിൽ പോലീസ് വ്യക്തമാക്കുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.